അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, എന്താണ് സംഭവിച്ചത് എന്നുള്ളത് കൃത്യമായി തന്നെ എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ്. പക്ഷേ അതിൻ്റെ അടുത്ത ദിവസത്തെ പോലീസ് നടപടിയാണ് തികച്ചും ദുരൂഹമാകുന്നത്. അവിടെ ഒരു രാഷ്ട്രീയ കളി പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. BJP പ്രവർത്തകർ ആരോപിക്കുന്നത് പോലെ അവിടുത്തെ SHO എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ക്ഷേത്രവളപ്പിനുള്ളിൽ അതിക്രമിച്ചു കയറി അവിടെ സമാധാനപരമായി സംസാരിച്ചു കൊണ്ടിരുന്നവരെ, അവരുടെ ഒരു യോഗത്തിൽ മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരുന്നവരെ അടക്കം അതിക്രൂരമായി മർദ്ദിച്ചുകൊണ്ട് ഇത്തരത്തിൽ പോലീസ് വാഹനത്തിലേക്ക് പിടിച്ചു കയറ്റി കൊണ്ടുപോയി തുടരെ മർദ്ദിക്കുന്നത്? ആ ഒരു വിഷയമാണ് സംശയം ജനിപ്പിക്കുന്നത്. ഇവിടെ CPM-നെതിരെ ഉയർന്നു വന്ന തുടക്കത്തിൽ വന്ന ആ പരാതിക്ക് അടിസ്ഥാനമായതിന്റെ കാരണം തുടർന്നുണ്ടാകുന്ന സംഘർഷ സാഹചര്യം. അവിടെ നെട്ടയത്തെ സംഘർഷ സാഹചര്യത്തിൽ പോലീസ് കേസെടുക്കുന്നു BJP പ്രവർത്തകർക്ക് നേരെ. അത് കഴിഞ്ഞുണ്ടാകുന്ന സംഭവത്തിന് ശേഷം പിന്നീട് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിലും കേസെടുക്കുന്നു. അതും BJP പ്രവർത്തകർക്ക് നേരെ മാത്രം. അപ്പോൾ ഒരു സംഘർഷ സമയത്ത് അവിടെ ഉണ്ടാകുന്ന CPM DYFI പ്രവർത്തകരെ പരിപൂർണമായി സംരക്ഷിക്കുകയും അവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് ആരൊക്കെയാണോ അവർ ചൂണ്ടിക്കാട്ടിയത് അവരെയൊക്കെ പിന്നീടും തല്ലിച്ചതയ്ക്കുന്ന സാഹചര്യത്തിലേക്ക് പോലീസ് വെറും മർദ്ദനോപകരണമായി മാറുന്ന കാഴ്ചയാണോ കാണാൻ കഴിഞ്ഞത്? രോഹിണി ഇപ്പം എൻ്റെ സുഹൃത്ത് ശ്രീ നന്ദു വളരെ ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്ത് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഒരു 10-20 മിനിറ്റ് അദ്ദേഹം അതെടുത്ത് ക്രിയേറ്റ് ചെയ്ത് പറഞ്ഞു. നോക്കൂ, ഇവിടെ അദ്ദേഹം തന്നെ പറയുന്നു, ആദ്യമായി അവരൊരു വഴിയിലെ ഒരു പ്രശ്നത്തിലാണ് ഈ പ്രശ്നങ്ങൾ തുറക്കരുത്. അദ്ദേഹത്തിന്റെ വീട്ടിലെ ബാത്റൂമിനോട് ചേർന്നുള്ള വഴിയിലൂടെയാണ് ഇദ്ദേഹത്തിന്റെ നടവഴി. ആ നടവഴിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം കാണിക്കുന്ന ചില വിഭ്രാന്തികളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. താങ്കൾ വഴിയുടെ പ്രശ്നം എന്ന് പറഞ്ഞത് ഈ നറേഷനാണ് CPM കുറെ ദിവസമായിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ഞങ്ങൾക്കറിയാം, അതുകൊണ്ടാണ് കൃത്യമായി പറഞ്ഞത്. അല്ല, നിങ്ങൾ പറയുന്നല്ലോ അവിടെ ഒരു ആ പ്രശ്നം അവിടെ ഉണ്ട്. ആ നടവഴിയെ പറ്റിയ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. അതുകൊണ്ട് അല്ലല്ല, അത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതല്ലേ. അവിടെ ഒരു പ്രശ്നമുണ്ട്. അത് രണ്ട് വീട്ടുകാർ തമ്മിലുള്ള ഒരു പ്രശ്നം. അതിന് ഇത്രയും ഒരു വലിയൊരു രാഷ്ട്രീയ ഒരു സംഘടനയായിട്ട് വന്ന എന്താണ് അത്? ചുമ്മാ ഞാൻ ഒരു കാര്യം പറയട്ടെ, പോലീസിൻ്റെതായ കാര്യങ്ങൾ ചെയ്യും. അതിനാരും ഇപ്പം ബഹുമാനപ്പെട്ട നന്ദു തന്നെ പറഞ്ഞത് 2 മണിക്കൂർ. ഇപ്പം ഒരു പോലീസ് സ്റ്റേഷനിൽ പോയാൽ ഈ സ്ത്രീകളെ മാത്രം ഒരു കേസെടുക്കണമല്ലോ. ശരി, അവരൊക്കെ മർദ്ദനം വന്നിട്ട് പോലീസ് അത് ഏറ്റെടുത്തില്ലെങ്കിൽ ശരി, നമുക്ക് പോലീസിനെ കുറ്റം. ഞാൻ പോലീസിനെ ന്യായീകരിക്കുന്നൊന്നുമില്ല. പോലീസിൻ്റെ മർദ്ദനം ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ളത് ഇവിടുത്തെ CPM പ്രവർത്തകർ തന്നെ, ഇവിടുത്തെ DYFI പ്രവർത്തകർ തന്നെ, ഇവിടുത്തെ SFI പ്രവർത്തകർ തന്നെ. അല്ലാതെ ഇവിടെ BJPയും അല്ലെങ്കിൽ സംഘപരിവാറൊന്നുമില്ല. ഏറ്റവും കൂടുതൽ അവരെ തല്ല് വാങ്ങിച്ചും കൊണ്ടും വന്നും വളർന്നിട്ടുള്ള ഈ രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ടൊന്നും ഒരു പേടിയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് പോലീസിനെ ന്യായീകരിക്കുന്നേ. ഞാൻ ഇത് പറയുന്നത് ഒരു ചെറിയൊരു സംഭവം അതിനെ ഒരു എലാബറേറ്റ് ചെയ്ത് അതൊരു വലിയ രാഷ്ട്രീയ സംഘടനയാക്കി. സ്വാഭാവികമായി പോലീസുകാർക്ക് അടി കിട്ടുമ്പോഴത്തേക്ക് അവർ അതിൻ്റെ ഇത് തിരികെ അതിൻ്റെ റിയാക്ഷൻ വരും. സ്വാഭാവികമല്ലേ? ഇവിടെ നിങ്ങളിപ്പം ഒരു പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോഴത്തേക്ക് എത്രയോ കേസാണ്. ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു വ്യക്തിയുടെ ഇതാണോ? അതെന്തിനാണ് CPM BJP സംഘടനയായിട്ട് അത് മാറ്റിയത്? 2 വ്യക്തികൾ തമ്മിലുള്ള കാര്യങ്ങൾ അതിനെ ഒരു എലാബറേറ്റ് ചെയ്ത് എന്തിനാണ് ഇത് കൊണ്ടുപോയിരിക്കുന്നത്? എന്നിട്ട് പറയുന്നുണ്ട് CPM BJP ഇതാണെന്ന്. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമാണെങ്കിൽ എന്തിനാണ് CPM-ന്റെ പഴനിയപ്പിള്ള എന്ന് പറയുന്ന CPM-ന്റെ അവിടുത്തെ മുൻ വട്ടിയൂർക്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ ഇത്തവണ നിങ്ങൾ കാച്ചാണി വാർഡിലോ അല്ലെങ്കിൽ വാഴോട്ടുകോണം വാർഡിലോ മത്സരിപ്പിക്കാൻ താല്പര്യപ്പെട്ട് നിന്നിരുന്ന CPM-ന്റെ മുതിർന്നൊരു നേതാവ് പഴനിയപ്പിള്ള സാർ എന്നാണ് ആ നാട്ടിൽ അറിയപ്പെടുന്നത്. ഞാൻ പറയുന്ന പേരുകളൊക്കെ കള്ളമാണെങ്കിൽ നിങ്ങൾക്ക് അന്വേഷിച്ച് അറിയാൻ പറ്റും. അദ്ദേഹം ഈ 9-ാം തീയതി രാത്രി ഈ പറയുന്ന രഞ്ജിനി എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ഭാര്യയെ ചെന്ന് ഭീഷണിപ്പെടുത്തി. എന്തിനാ? ഈ പരാതി നിങ്ങൾ പിൻവലിച്ചില്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന്. എന്തിനാണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം ആർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്? ആരാണ് അദ്ദേഹത്തിന്റെ പിന്നിൽ? CPM അല്ല. CPM-ന് ഇതിൽ പങ്കില്ലെങ്കിൽ പഴനിയപ്പിള്ള സാർ നടത്തിയിട്ടുള്ള ഈ തീരുമാനം CPM-ന്റെ തീരുമാനമല്ല എന്ന് താങ്കൾക്ക് പറയാൻ പറ്റും? ഭീഷണിപ്പെടുത്തിയെന്നേ. ഞാൻ പേര് സമയവും പറഞ്ഞില്ലേ? പിന്നെ ആരോമൽ എങ്ങനെ അവിടെ പ്രതിയായി? നിങ്ങളുടെ CPM-ന്റെ വട്ടിയൂർക്കാവിലെ കൗൺസിലർ ആരോമൽ എങ്ങനെ പ്രതിയായി? ഇത് CPM-ന് ഞാൻ പറഞ്ഞതിൽ
ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചേട്ടൻ കേട്ടിട്ടുണ്ട്, ചേട്ടൻ മനസ്സിലാവും. ഞാൻ കൃത്യമായി പറഞ്ഞു 1 മുതൽ 9 വരെ പ്രതികളായി ഞങ്ങളുടെ പേര് എഴുതി ചേർക്കുകയും അവിടെ അക്രമം നടത്തിയ CPM-ന്റെ നേതാക്കന്മാരെ 15-ന് ശേഷമുള്ള പ്രതികൾ 10-ന് ശേഷമുള്ള പ്രതികളായി എഴുതി ചേർത്ത വിപിന്റെ ബുദ്ധി, ആ ബുദ്ധിയാണ് ഞങ്ങൾ പറഞ്ഞത്. മനസ്സിലായില്ലേ? എങ്ങനെയാണ് അദ്ദേഹത്തിന് ചേട്ടാ, ഞാനൊരു കാര്യം, ചേട്ടന് വക്കീലല്ലേ? ആക്രമിച്ചവരാണോ 1-ാം സ്ഥാനത്ത് വരേണ്ടത്, ആക്രമിക്കപ്പെട്ടവരാണോ 1-ാമത്തെ പ്രതിയാവേണ്ടത്? ഞാൻ അതാ ചോദിച്ചത്. ആക്രമിക്കപ്പെട്ടവരാണോ 1-ാം സ്ഥാനത്തേക്ക് വരേണ്ടത്, ആക്രമിച്ചവരാണോ 1-ാം സ്ഥാനത്തേക്ക് വരേണ്ടത്? ആക്രമിച്ചവരാണോ 1-ാം സ്ഥാനത്ത് വരേണ്ടെങ്കിൽ അവിടെ CPM-ന്റെ കൗൺസിലർ ആയിട്ടുള്ള ആരോപണം അടക്കമുള്ളവർ 1 മുതൽ 9 വരെ പ്രതികളാവണം. അങ്ങനെ ആയില്ലല്ലോ. അവിടെ BJP ഇവരുടെ ഈ പോലീസുകാരുടെ അടുത്ത് നിന്ന് ഈ എറിയെല്ലാം കൊണ്ട് തലപൊട്ടി ആശുപത്രി കിടക്കുന്നവർ എങ്ങനെ 1-ാം പ്രതിയായത്? ഒരു CPM പ്രവർത്തകന് പരിക്കുണ്ടോ? ഈ അക്രമത്തിന് നേതൃത്വം കൊടുത്ത ഏതെങ്കിലും CPM പ്രവർത്തകന് പരിക്കുണ്ടോ? പോലീസുകാരൻ എന്തുകൊണ്ടാണ് പരിക്കുണ്ടായത്? പോലീസുകാരന് പരിക്കുണ്ടായത് പോലീസുകാരൻ മലമുല പള്ളിയുടെ താഴെയാണ് നിൽക്കുന്നത്. ഞങ്ങളുടെ കൂടെയാണ് നിൽക്കുന്നത്. ഞങ്ങളുടെ കൂടെയാണ് നിന്നത്. ആ വിഷ്വൽ നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ ഏത് വിഷ്വലാണോ നോക്കിക്കോ. ചുമ്മാ ആവശ്യമില്ല ചേട്ടാ. ഈ നിങ്ങൾ തെറ്റുപറ്റിയെന്ന് പറഞ്ഞോ? ഈ ന്യായീകരണം ശരിയല്ല. കാരണം അദ്ദേഹത്തിന് അവിടെ ഒരു ജനപ്രതിനിധിയുടെ നേതൃത്വത്തിൽ ഗുണ്ടകളെ സംഘടിപ്പിച്ച് നിർത്തിക്കൊണ്ട് ആക്രമത്തിന് നേതൃത്വം കൊടുത്തതിന് ശേഷം ആ അക്രമികളെ എല്ലാവരെയും ഉപയോഗിച്ചുകൊണ്ട് BJP-യെ അടിച്ചമർത്താൻ പോലീസ്, നിങ്ങൾ അതിനകത്ത് മനസ്സിലാക്കേണ്ടത് CPM-ന് ഒറ്റയ്ക്ക് വഴിയാത്തതുകൊണ്ട് CPM ഒരു തെരുവ് ഗുണ്ടയെ കൂടെ വാടകയ്ക്ക് എടുത്ത് ഈ പറയുന്ന എന്താ വട്ടിയൂർക്കാവ് SI-യുടെ തൊപ്പിയും കൊടുത്ത് അവനെ കൂടെ ഇറക്കി നിർത്തിയിട്ടാണ് നിങ്ങൾ ലാത്തി ചാർജ് ചെയ്യിപ്പിച്ചത്. എന്തിനാണ് ചെയ്തത്? എന്താ ഞാൻ ഒരു കാര്യം പറ്റും, ഒരു പോലീസിനെ ന്യായീകരിക്കാനുള്ള ഇതൊന്നല്ല ഞാൻ പറയുന്നത്. ന്യായീകരണം അതിനകത്ത് ഒരു ഇതില്ലാന്ന് പറഞ്ഞ് മാടപ്രാവ് ചമയരുത്. അതുകൊണ്ടാ പറഞ്ഞത് 19-ാം തീയതി രാത്രി ഈ രഞ്ജിനി എന്ന് പറയുന്ന പരാതിക്കാരിയുടെ വീട്ടിൽ ചെന്നിരുന്ന് ഈ പഴനിയപ്പിള്ള സാറ്, ഞാൻ പേരുകളെല്ലാം പറയല്ലേ, എനിക്ക് ഭയം ഉണ്ടെങ്കിൽ ഞാൻ പറയില്ലല്ലോ, ഞാൻ പേര് പറയല്ലേ, സമയം പറയല്ലേ. നിങ്ങളുടെ നേതാവ് പഴയ വട്ടിയൂർക്കാവിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള പഴയ പാപ്പനംകോട്ട് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്ക് സ്വാഭാവികമായി ഒരു വീട്ടിൽ വന്നിട്ട് സംസാരിക്കുമ്പോൾ ഒരു കേസ് പിൻവലിക്കണം. എന്തിനാ? ആർക്ക് വേണ്ടി? അവിടെ നാട്ടുകാരാണ് പ്രതികളെങ്കിൽ എന്തിനാ ആർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം വന്നു? ആർക്ക് വേണ്ടി വന്നു? അപ്പൊ ഈ ഞരമ്പ് രോഗിയായിട്ടുള്ള സുനിലിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം പഴനിപ്പിള്ള സാറിനുണ്ടോ? ഈ ഞരമ്പ് രോഗിയായിട്ടുള്ള സുനിലിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം CPM-നുണ്ടോ? ഈ പറയുന്ന എത്തിനോട്ടക്കാരനായിട്ടുള്ള സുനിലിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം CPM നേതാക്കന്മാർക്കുണ്ടോ? ഇതിപ്പോ ഒരു കൈവിട്ട കളിയായി. എന്ത് കൈവിട്ട കളി? ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, ഇവിടെ ആ മലമുകളിൽ നടന്നിട്ടുള്ള മുഴുവൻ സംഘർഷങ്ങളുടെയും പ്രാഥമിക ഉത്തരവാദിത്വം അത് പറയുന്ന വട്ടിയൂർക്കാവ് SHO ആയിട്ടുള്ള വിപിനും അതിനുശേഷം കാച്ചാണിയിലെ കൗൺസിലർ ആയിട്ടുള്ള ശ്രീ ആരോമലിനുമാണ്. ഇവർ രണ്ടുപേരുമാണ് ഈ സംഘർഷത്തെ വലുതാക്കി അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറാൻ പറ്റില്ല എന്ന് പറയാൻ. ഇത് ആരുടെ തന്തയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വകയാ? ആരുടെ വകയാ? ഞാൻ ചോദിക്കണേ, ബിനുവിന്റെ വീട്ടിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ബിനുവിന്റെ വീട്ടിൽ കയറാൻ പറ്റില്ല എന്ന് പറയാൻ ഇത് ആരുടെ തന്തയുടെ വകയാണ്? നിങ്ങളുടെ കാച്ചാണി വാർഡിലെ കൗൺസിലർ, നിങ്ങളുടെ കാച്ചാണി വാർഡിലെ കൗൺസിലറുടെ കാര്യമാണ് സതീഷ് വസന്ത് എന്താണ് പറയുന്നത് എന്നുള്ളതൊന്ന് കേട്ടോട്ടെ. ശ്രീ സതീഷ് വസന്ത്, നമ്മൾ പറഞ്ഞു തുടങ്ങിയത് എന്തുകൊണ്ടാണ് പോലീസ് ഇത്തരത്തിലുള്ള നടപടി സ്വീകരിച്ചത് എന്നുള്ളതാണ്. അതായത് സംഘർഷം ഉണ്ടായതും പോലീസ് അത് അടിച്ചു ദുഃഖിയതെല്ലാം കഴിഞ്ഞതിന് ശേഷം, അതെ, അതിനുശേഷം ഉണ്ടായ ആ പോലീസ് നടപടിയാണ്. ക്ഷേത്രവളപ്പിനുള്ളിൽ അതിക്രമിച്ച് കയറി ചെന്ന് ഇത്രയും സംഘർഷ സാഹചര്യം പിന്നീട് പോലീസിന് സൃഷ്ടിക്കേണ്ടത് എന്താവശ്യമായിരുന്നു എന്നുള്ളതാണ്. നിയമപരമായി നീങ്ങാനാണെങ്കിൽ മറ്റു പല വഴികളും ഉണ്ടല്ലോ. അപ്പോൾ അതിലൊരു വിശദീകരണം എന്താണ് നൽകാനുള്ളത്? അല്ല, ഞാൻ ഒരു ക്ഷേത്രമായിരുന്നാലും പള്ളിയായിരുന്നാലും ഒരു ചർച്ചയായിരുന്നാലും ഈ കേസിൽ ഉൾപ്പെടുത്ത പ്രതികൾ അവിടെ ഉണ്ടെങ്കിൽ പോലീസിന് അവിടെ കയറാനുള്ള അധികാരമുണ്ട്. രോഹിണി, അത് പോലീസിൻ്റെ കാര്യം. അത് എവിടെ ഇരുന്നാലും പാർട്ടി ഓഫീസിൽ കയറിയിട്ടുണ്ടോ? ഇപ്പോൾ CPM ഭരിക്കുന്നതെന്നല്ലോ, CPM-ന്റെ പാർട്ടി ഓഫീസിൽ എത്ര പ്രാവശ്യം പോലീസ് കയറിയിട്ടുണ്ട്? എത്ര പ്രാവശ്യം കയറിയിട്ടുണ്ട്? ട്രിവാൻഡ്രത്ത് തന്നെ കയറിയിട്ടില്ലേ? അപ്പോൾ സ്വാഭാവികമായി അങ്ങനെ പ്രതികളുണ്ടുമ്പോൾ പോലീസ് അതിൻ്റെ അകത്ത്, ഞാൻ പോലീസിനെ എല്ലാം ന്യായീകരിക്കുന്നതല്ല. അന്നത്തെ വാർത്തയുടെ ദൃശ്യങ്ങൾ, ഒരു നിമിഷം, അന്നത്തെ വാർത്തയുടെ ദൃശ്യങ്ങൾ താങ്കൾ കണ്ടിരിക്കുമല്ലോ. ഒരു ഈ പരാതിക്കാരനായ ബിനുവിനെ ഉൾപ്പെടെ, അദ്ദേഹം നമ്മുടെ ചർച്ചയിൽ ചേരും അധികം താമസിയാതെ തന്നെ, അദ്ദേഹത്തിന്റെ ഏറ്റ പരിക്കുകൾ താങ്കൾ കണ്ടിരുന്നു?
അല്ല വയർലെസ് സംവിധാനം ഉപയോഗിച്ച് മുഖത്ത് അതിക്രൂരമായി അടിച്ച് കണ്ണിൽ നിന്ന് രക്തമൊഴുകുന്ന നിലയിലാണ് ആശുപത്രിയിൽ കൊണ്ടെത്തിച്ചത്. അങ്ങനെ എത്ര പേർ, പലരുടെയും മറ്റൊരു പ്രവർത്തകന്റെ നട്ടലിന് സാരമായി പരിക്കേറ്റ അദ്ദേഹം ബോധരഹിതനായി വീഴുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഇത്ര വലിയ രീതിയിൽ ഒരു കൊടിയ മർദ്ദനം BJP പ്രവർത്തകരെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയ, അല്ല താങ്കൾ നേരത്തെ പറഞ്ഞു ഈ ക്ഷമിക്കണം ക്ഷേത്രത്തിൽ അങ്ങനെ ആർക്കും കയറാമെന്നുള്ളത്. നേരത്തെ നന്ദു സൂചിപ്പിച്ചതുപോലെ ആ മലമുകൾ പള്ളിക്കുള്ളിലേക്ക് ഒരു പോലീസുകാരും കയറിയില്ല. അവിടെ നിന്നാണ് ഈ കരിങ്കൽ ചീളുകൾ ഉൾപ്പെടെയുള്ളവയാണ് വലിച്ചെറിഞ്ഞത്. അങ്ങനെയാണ് ആ പോലീസുകാരൻ്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നത്. അപ്പോൾ അതിനകത്തേക്ക് കടക്കാതെ അടുത്ത ദിവസം ഒരു ആസൂത്രണം നടത്തി ഇത്തരത്തിലൊരു പ്രവൃത്തിയിലേക്ക് പോലീസിനെ നയിച്ചത് എന്തുകൊണ്ടാണ് എന്നുള്ളത്. അങ്ങനെ ഒരു പോലീസ് അങ്ങനെ ഒരു ആസൂത്രണപരമായി അതങ്ങനെ ചെയ്തിട്ടുണ്ട്, നടപടിയെടുക്കും, ഒരു സംശയമില്ല. അങ്ങനെ ഒരു പോലീസുകാരനെ സംരക്ഷിക്കുന്ന ഒരു കാര്യമില്ല. പക്ഷേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സംഘർഷാവസ്ഥ നിൽക്കുമ്പോഴത്തേക്ക് ഏത് സംഘർഷാവസ്ഥ നിൽക്കുന്നത് ആ സംഘർഷാവസ്ഥ നിൽക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായി പോലീസ് ഒരു നടപടിയെടുക്കും, ഒരു ആക്ഷൻ എടുക്കും. അത് സ്വാഭാവികമാണ്. എനിക്കെന്ന് പറയുന്നത് വളരെ ഖേദകരം പറ്റ കേസെന്ന് പറയുന്നത് എനിക്ക് വേണ്ടപ്പെട്ടാണ് ശ്രീ മുൻ DGP സെൻകുമാർ സാറും അതുപോലെ തന്നെ മുൻ DGP ശ്രീലേഖ മേഡം ഒക്കെ കാണിച്ചതെന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു പോലീസ്, ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥന് അത് ഒരു ഭൂഷണമാണോ എന്ന് അവരൊക്കെ ഒന്ന് ചിന്തിക്കണം. ഇപ്പോൾ ബാക്കിയുള്ളവർക്ക് BJP പ്രവർത്തകർക്കൊക്കെ കാണിക്കാം. പക്ഷേ ഇവരെ പോലത്തെ ആൾക്കാർ വളരെ മിതമായി അത് ഒരു പ്രശ്നം ഉണ്ടായാൽ ആ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഒരു സംവിധാനം ഉണ്ടാക്കണം. അല്ലാതെ ഇതിനെ പോലീസിനെ വിളിക്കാനോ ആരാ ഇവരൊക്കെ ഈ കേരള ജനതയ്ക്ക് ഏറ്റവും കൂടുതൽ റെസ്പെക്ട് കൊടുത്തിട്ടുള്ള രണ്ട് ആദരണീയ അവരുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ശ്രീലേഖ പറഞ്ഞിട്ടുണ്ട് ഇത്രയും കാലം താൻ പോലീസിൽ സേവനം അനുഷ്ഠിച്ചു, അതിൽ അഭിമാനം തന്നെയാണ്. പക്ഷേ ഈ നരനായാട്ട് പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൃത്യമായി തന്നെ സമൂഹ മാധ്യമത്തിലൂടെ അതുപോലെ തന്നെയാണ് പ്രതിഷേധത്തിന്റെ ഉദ്ഘാടനമാണ് TP സെൻകുമാർ നടത്തിയത്. അദ്ദേഹം ആ പ്രതിഷേധത്തെ ഉൾക്കൊള്ളുന്നു. അവിടെ എന്തുകൊണ്ടാണ് ഞാൻ ഒരു പ്രതിഷേധത്തിന്റെ ഉൾക്കൊള്ളുമ്പോഴത്തേക്ക് നമ്മൾ ഇരുന്ന ഒരു വ്യക്തിത്വം, ആ ഒരു മാന്യത, നമ്മൾ ഏത് പൊസിഷനിലാണ് ഇരുന്നത് ആ കൃത്യമായി അറിയാമെന്നുള്ളത് കൊണ്ടാണല്ലോ അവർ ഒരു പൊതുജന സേവനത്തിന്റെ ഭാഗമാകുന്നത്. അത് അവർക്ക് കൃത്യമായി അവരുടെ റെസ്പോൺസിബിലിറ്റീസ് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ അവർക്ക് വേർതിരിച്ചറിയാൻ മനസ്സിലാക്കുന്നത്. വേറെ അവര് ഇരുന്നപ്പോഴൊക്കെ അങ്ങനെയാണോ? ഇതൊക്കെ എനിക്കറിയാനുള്ള കാര്യങ്ങളാണ്. പോലെ രണ്ട് പോലീസ് ഓഫീസേഴ്സിനൊപ്പം പോലീസുകാരൻ്റെ ദേഹത്ത് കാക്കിൽ തൊട്ട് കഴിഞ്ഞാൽ അവർ വേറെ ഏത് രീതിയിൽ പെരുമാറുമെന്നൊക്കെ എനിക്കറിയാം. എനിക്ക് നല്ല അനുഭവമുള്ളതാണ്. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും ഞാൻ പോകണമെന്നില്ല. ഞാനിത് പറയുന്നത് ഒരു സംഘർഷാവസ്ഥ വന്നാൽ അതിനെ നമ്മൾ ശമിപ്പിക്കണം. ഒരു മുതലെടുപ്പിന് വേണ്ടി അത് എടുക്കല്ലേ, രാഷ്ട്രീയ സംഘടനയായിട്ട് പോകല്ലേ. ഒരു സംഘർഷം ഉണ്ടായാൽ അത് ശമിപ്പിക്കണമെന്ന് പറയുമ്പോൾ അതിന്റെ തുടർ ദിവസങ്ങളിൽ ഉണ്ടായത് എങ്ങനെയാണ് അത് ശമിപ്പിക്കുന്ന തരത്തിലായിരുന്നില്ലല്ലോ എന്നുള്ളതാണ്. അതായത് പോലീസിനെ തൊട്ടാൽ പിന്നെ അവർ കൈവയ്ക്കും എന്നുള്ളതല്ലല്ലോ ഇതിന് നൽകുന്ന ന്യായീകരണം. അതിനകത്തൊരു പ്രശ്നമുണ്ട്. പോലീസിനെ തൊട്ടാൽ കൈവയ്ക്കണമെന്നുള്ളതാണ് പോലീസ് നയമെങ്കിൽ ഞാൻ അതിനെ എതിർക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവർ ചെയ്യേണ്ടിരുന്ന അവിടുത്തെ CPM പ്രവർത്തകർക്കെതിരെയാണ്. CPM പ്രവർത്തകരാണ് ഈ പറയുന്ന ആക്രമണത്തിന് നേതൃത്വം. താങ്കൾ പറഞ്ഞ ന്യായമാണ്. അതായത് പോലീസുകാരനെ തൊട്ടാൽ അല്ലല്ല താങ്കൾ പറഞ്ഞ പോലീസുകാരനെ തൊട്ടാൽ ആ പോലീസുകാരനെ തൊട്ടവനോട് ആ നയമാണെങ്കിൽ അത് ചെയ്യേണ്ടിയിരുന്നത് CPM-നോടാണ്, ഞങ്ങളെയല്ല. ഞങ്ങൾ അവിടെ ഇവരുടെ ഒപ്പം നിന്ന് ഈ പറയുന്ന ഗുണ്ടകളുടെ ഏറ് കൊണ്ടവരാണ്. അതിൽ ഈ പറയുന്ന പോലീസുകാരന്റെ തല പൊട്ടിയപ്പോ ഇപ്പൊ ഞാനിവിടെ ഈ ചർച്ചയിലിരിക്കുമ്പോ ഒരു വ്യക്തി എനിക്ക് ആ പോലീസുകാരനെ ആശുപത്രിയിൽ കൊണ്ടുപോയ ഒരാള് അദ്ദേഹത്തിന്റെ ഫോട്ടോ, അദ്ദേഹത്തിന്റെ തലയ്ക്ക് പറ്റിയ പരിക്കിന്റെ ഫോട്ടോ എനിക്ക് അയച്ചു തന്നതാണ്. BJP-യുടെ പ്രവർത്തകരാണ് അദ്ദേഹത്തിനെ രക്ഷിച്ചു കൊണ്ടുപോയത്. ആ കൊണ്ടുപോയവർക്കെതിരെ, രക്ഷിച്ചവനെതിരെ, അവനെതിരെ അടിക്കാൻ ഓർഡർ ഇട്ട CI വിപിന്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. ഇനി CI വിപിൻ നല്ലവനാണോ, നല്ല പോലീസുകാരനാണോ? ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയാം. ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ശ്രീലേഖ മാഡത്തിൻ്റെ പ്രചരണ വാഹനങ്ങൾ പല ഘട്ടങ്ങളിലായി പല സ്ഥലങ്ങളിലായി പിടിച്ചു വച്ചതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് BJP പരാതി കൊടുത്തിട്ടുണ്ട്. BJP-യുടെ വാഹനങ്ങൾ മാത്രം പിടിച്ചിട്ടതിന് ശേഷം മറ്റ് വാഹനങ്ങൾ അതിലെ പോകുന്നത് പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുമ്പോൾ പറയും അതൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പണിയാണെന്ന്. അങ്ങനെയാണെങ്കിൽ BJP-യുടെ വാഹനം പിടിക്കേണ്ടത് അവൻ്റെ പണിയാണോ? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്, നെട്ടയം ജംഗ്ഷനിൽ ഈ പ്രശ്നം നടക്കുന്ന നെട്ടയത്ത് മലമുകളിൽ കുറച്ചിപ്പുറത്തുള്ള നെട്ടയം ജംഗ്ഷനിൽ ഒരു ദിവസം 10 മണിയാവുന്നതിന് മുമ്പേ BJP-യുടെ പ്രചരണ വാഹനത്തിൻ്റെ മൈക്ക് അവൻ ഓഫ് ചെയ്യിപ്പിച്ചു, ഈ പറയുന്ന CI വിപിന്. അതിനുശേഷം അതേ ജംഗ്ഷനിൽ ഈ പറയുന്ന വട്ടിയൂർക്കാവിൻ്റെ ഇപ്പോഴത്തെ MLA
വി കെ പ്രശാന്ത് അന്ന് എവിടുത്തെ LDF സ്ഥാനാർത്ഥി വി കെ പ്രശാന്ത് 10:25 പ്രസംഗിക്കുമ്പോൾ ഞങ്ങളുടെ പ്രവർത്തകന്മാർ അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ നീ പോയി നിന്റെ ഇലക്ഷൻ കമ്മീഷനോട് പറയടാന്ന് പറഞ്ഞിട്ട് അയാളുടെ ഫോൺ പിടിച്ചു വാങ്ങിച്ചു. ഇവൻ തെരുവ് ഗുണ്ട എന്ന് പറഞ്ഞാൽ ആ തെരുവ് ഗുണ്ടകൾക്ക് പോലും നാണക്കേടാ ഇങ്ങനെയുള്ള ചില ആളുകളെ. ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, നസീമിനെയും ശിവരഞ്ജിത്തിനെയും പോലെയുള്ള ചില ആളുകളെ, ഈ ഗുണ്ടാപ്പണി നടത്തുന്നവനെ, DYFIയുടെ കൊടി പിടിക്കുന്നവനെ ബാക്ക് ഡോറിലൂടെ കൊണ്ടുവന്ന് ഇതുപോലുള്ള പോലീസ് പണികൾക്കകത്ത് കയറ്റിയിട്ട് അവനെയൊക്കെ കൊണ്ടുവന്ന് കേരളത്തിനകത്ത് സംഘപ്രസ്ഥാനങ്ങളെ അങ്ങ് അടിച്ചമർത്തി കളയാം എന്നൊരു ധാരണ CPM ഉണ്ടെങ്കിൽ ആ ധാരണ 8ആയി മടക്കി പിണറായി വിജയൻ മടിക്കുത്തി വെച്ചിരുന്നാൽ മതി. ഇങ്ങനെ യോമാനെ പോലെയുള്ള ഉമ്മാക്കികൾ കണ്ടു കഴിഞ്ഞാൽ അങ്ങ് പേടിച്ചു പോകുന്നവരൊന്നും അല്ല ഞങ്ങളെന്നുള്ളത്. ഈ നാട്ടിൽ ജനാധിപത്യ രീതിയിൽ അത് നടപ്പിലാക്കി വിജയിച്ച ആളുകളാണ് ഞങ്ങൾ. ഞങ്ങൾ അങ്ങനെ ഭയപ്പെടുത്തൊന്നും വേണ്ട. ഇനി ഈ പറയുന്ന വിപിന്റെ രാഷ്ട്രീയം നിങ്ങൾ പരിശോധിക്കണം. വിപിന്റെ നിലപാടുകൾ നിങ്ങൾ സജി ചെറിയാന്റെ മണ്ഡലത്തിൽ, സജി ചെറിയാന്റെ അവിടുത്തെ സ്റ്റേഷനിൽ നിന്നാണ് ഈ വിപിൻ വരുന്നത്. വിപിൻ വന്ന ദിവസം ഒരു സാമൂഹിക സംഘടന അവിടുത്തെ കൗൺസിലർക്ക് അഭിനന്ദനം വെച്ചുകൊണ്ട് വച്ച ഫ്ലെക്സിനെ ആ നിമിഷം BJPയുടെ പ്രചരണ ബോർഡാണെന്ന് പറഞ്ഞ് എടുത്തു മാറ്റിയവനാണ് ഈ പറയുന്ന CI വിപിൻ. ആ CI വിപിൻ തൊട്ടപ്പുറത്തിരുന്ന ഞങ്ങളുടെ പ്രവർത്തകന്മാരും കൗൺസിലറും വന്നിട്ട് പറഞ്ഞു തൊട്ടപ്പുറത്ത് CPMന്റെ ഒരു പ്രചരണ ബോർഡ് ഇരിപ്പുണ്ട്, അതെന്താ സാറേ എടുക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ അത് അവിടെ ഇരുന്നോട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ രാഷ്ട്രീയം എന്താണ്, അയാളുടെ ഉള്ളിലെ രാഷ്ട്രീയം എന്താണ് എന്ന് ആ കാക്കിക്കകത്ത് വെമ്പുന്ന സഖാവിന്റെ ഹൃദയമുണ്ടല്ലോ, ആ ഹൃദയവും വെച്ചുകൊണ്ടാണ് വട്ടിയൂർക്കാവിലും തിരുവനന്തപുരത്തും ഇയാൾ പണിയെടുക്കാൻ ഇറങ്ങുന്നതെങ്കിൽ ഇയാളുടെ കാര്യത്തിൽ വലിയ തീരുമാനങ്ങൾ എടുക്കാൻ ഞങ്ങൾ നിർബന്ധിതരാകും. പ്രവർത്തകന്മാരെ രക്ഷിക്കാനുള്ള വഴിയാണ്.